ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മുടെ സമര നായിക മറിയക്കുട്ടി അമ്മയുടെ നേതൃത്വത്തിൽ നടന്ന അവകാശ സംരക്ഷണ ധർണ്ണ സാമൂഹിക പെൻഷൻ ഔദാര്യമല്ല അതിജീവനത്തിനായി പൊരുതുന്ന ജനതയുടെ അവകാശമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ധർണ്ണയുടെ ദൃക്സാക്ഷിയാകാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ കാർട്ടൂൺ അതേപ്പറ്റിയാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും വരുന്ന വഴി എന്ന ഈ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പുതുമയുള്ളൊരു സമര കാഹളം മുഴങ്ങി. സാമൂഹ്യക്ഷേമ പെൻഷൻ ഔദാര്യമല്ല അതിജീവനത്തിനായി പൊരുതുന്ന ദരിദ്ര ജനതയുടെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പുതിയ നവകേരളത്തിലെ സമരത്തിൻ്റെ തീപ്പന്തമായ നമ്മുടെ മറിയക്കുട്ടിച്ചേട്ടത്തെയാണ് ഈ ധർണ അവകാശ സംരക്ഷണ ധർണ ഉദ്ഘാടനം ചെയ്തത്. സേവ് കേരള ഫോറം സംഘടിപ്പിച്ച ഈ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഞാനും അവിടെ എത്തിയിരുന്നു. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ ഇന്നത്തെ ഈ വരവഴുന്ന വഴി എന്ന ഈ കാർട്ടൂൺ പങ്ക്തിയിൽ ഇതിനെപ്പറ്റി ഒരു കാർട്ടൂൺ ആകട്ടെ ഇന്ന്. ഇപ്പോൾ കാർട്ടൂണിൻ്റെ റഫ് ഇടുകയാണ്. നമ്മൾ ആദ്യം ഞാനൊരു സ്റ്റേജിങ് വരയ്ക്കുന്നു. അപ്പം സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാനായിട്ട് സർക്കാരിൻ്റെ പൈസയില്ല. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇപ്പം ചാണകക്കുഴി നിർമ്മിക്കാനായിട്ട് ഏതാണ്ട് 4 ലക്ഷം രൂപയോളം അനുവദിച്ചിരിക്കുന്നു. നമ്മുടെ ഡൽഹി അംബാസഡർ കെ വി തോമസിനൊരു പേഴ്സണൽ അസിസ്റ്റന്റിനെ വയ്ക്കാനായിട്ട് ഏതാണ്ട് 50,000 രൂപ മാസ ശമ്പളത്തിലൊരു പേഴ്സണൽ അസിസ്റ്റന്റിനെ ഇപ്പം വെച്ചിരിക്കുന്നു. ഇതിനെല്ലാത്തിനും ഇവരുടെ കയ്യിൽ പൈസയുണ്ട്, ഈ സർക്കാരിൻ്റെ പൈസയുണ്ട്. പക്ഷെ പാവങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാസം 1,600 രൂപ വെച്ചിട്ടുള്ള ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാനാണ് പൈസ ഇല്ലാത്തത്. അപ്പം ഇപ്പം നമ്മുടെ പാർട്ടി സെക്രട്ടറി ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്നത് പിണറായി വിജയൻ സൂര്യൻ എന്നാണ്. പുള്ളിയുടെ അടുത്ത് ചെന്നാൽ കരിഞ്ഞു പോകത്രേ. പിണറായി വിജയനെ സൂര്യനോട് ഉപയോഗിച്ചിരിക്കുകയാണ് നമ്മുടെ പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഏതാണ്ട് ഉപമ കാളിദാസസ്യ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്നതാണെങ്കിൽ ഇപ്പോൾ ഉപമ ഗോവിന്ദസ്യ എന്നാണ് ഇപ്പൊ പുതിയതായിട്ട് പറയേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ പിണറായിയുടെ വീട്ടിലെ ഈ ചാണകക്കുഴിയാണ് നമ്മൾ ഈ വരയ്ക്കുന്നത്. അതിനൊരു പ്രത്യേകത ഉണ്ട് ഈ ചാണകക്കുഴിക്ക്. 3 ലക്ഷം രൂപ മുടക്കിയ ചാണകക്കുഴിയല്ലേ, AC ഒക്കെ വെച്ചിട്ടാണ്. ഇതിന്റെ ഈ സൈഡിൽ നമ്മൾ കാണുന്ന AC ആണ്. രണ്ട് നിലയുള്ള ക്ലിഫ് ഹൗസിന് ലിഫ്റ്റ്, AC-യും പാട്ടും ഒക്കെ വരുന്ന കാലിത്തൊഴുത്ത്, ഇതൊക്കെ നിർമ്മിക്കാൻ പിന്നെ ഇവരുടെ പിണറായിയുടെ ചാണകക്കുഴിക്ക് AC ഫിറ്റ് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ലല്ലോ. പക്ഷെ പാവങ്ങൾക്ക് കണക്ക് കൊടുക്കാനായിട്ടുള്ള ഈ പെൻഷൻ കൊടുക്കാനുള്ള പണത്തിന് അവർക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഇതെല്ലാം AC ഫിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചാണകക്കുഴിയിൽ. ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ സൂര്യൻ ഉദിക്കുന്നത് നമ്മുടെ കടലിൽ സൂര്യൻ ഉദിക്കുന്നതായിട്ടാണ് നമ്മുടെ മലയുടെ കീഴിൽ സൂര്യൻ ഉദിക്കുന്നതായിട്ടും കടലിൽ അസ്തമിക്കുന്നതായിട്ടുമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്, ചിത്രങ്ങൾ കണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഈ സൂര്യൻ ഉദിക്കുന്നത് ചാണകക്കുഴിയിലാണ്. ഓരോരുത്തർക്കും അർഹതപ്പെട്ട സ്ഥലത്തല്ലേ ഉദിക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ ചാണകക്കുഴി. ഇവിടെയാണ് ഉദിച്ചുയരുന്നത് നമ്മളെ കലികാല സൂര്യൻ.
കരികാല സൂര്യൻ ഉദിച്ചു വീഴുന്നത് ഇവിടെയാണ്.
കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ന്യൂസ് ഇതാണ്: പിണറായി, സൂര്യൻ എന്ന എം വി ഗോവിന്ദൻ ക്ലിഫ് ഹൗസിൽ ചാണകക്കുഴിക്ക് 3 ലക്ഷം രൂപ ചെലവ്. ഇപ്പം AC 3 ലക്ഷം രൂപയ്ക്കുള്ള ചാണകക്കുഴി, അപ്പോൾ കുറച്ച് മുന്തിയ ചാണകക്കുഴിയാണ്, AC ഒക്കെ ഉള്ളതാണ്. അപ്പം അതിന് സാധാരണ സൂര്യൻ കിഴക്ക് മലയിടുക്കുകളിൽ ഉദിക്കുമ്പോൾ ഇവിടെ ചാണകക്കുഴിയിലാണ് ഈ സൂര്യൻ ഉദിച്ചു ഉയരുന്നത്. അര വരുന്ന വഴി എന്ന ഈ ആഴ്ചത്തെ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. കാർട്ടൂണിസ്റ്റ് ഹക്കു.